കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നട തുറന്നു, നമുക്ക് തൊഴാനായിട്ട് പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, ബുധനാഴ്ചയായതുകൊണ്ട് അതിൻ്റെ തിരക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാത്ത തിരക്കൊന്നുമില്ല. ഇപ്പോൾ വൈകുന്നേരം, അതായത് വൈകിയ വേളയിൽ ഇപ്പോൾ അടയ്ക്കാൻ നേരത്തൊക്കെ സോപാനത്തിൽ കൂടെ ആയിരുന്നു ഭക്തജനങ്ങളെ വിട്ടിരുന്നത്. വളരെ സന്തോഷമുള്ള സമയങ്ങളാണ്. സോപാനത്തിലൂടെ വിടുമ്പോൾ ഭക്തജനങ്ങൾക്ക് 2 തവണ ദർശനത്തിനുള്ളൊരു സൗഭാഗ്യം ലഭിക്കും. അപ്പോൾ അത് ലഭിച്ച ആളുകളാണ്. പൂജാ സമയങ്ങളിൽ അങ്ങനെ കിട്ടില്ലെങ്കിൽ കൂടി ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ നമുക്കിന്ന് തൊഴാനായിട്ട് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ മഞ്ജുള പാരസ്യാരെ ഒന്ന് സ്മരിച്ചിട്ട് ആ വെങ്കല ഗരുഡ ശില്പത്തെ ഒന്ന് കണ്ട് ആ മഞ്ജുളാലിനെ ഒന്ന് വലം വെച്ച് അങ്ങനെ വരുമ്പോൾ ആ തീയരമ്പലത്തിൻ്റെ ആ ഒരു കൽവിളക്ക് കാണാം. അതൊക്കെ കണ്ടിങ്ങനെ വരിക. ആദ്യത്തെ ആ ഗോപുരം, പുതിയ ഗോപുരം കാണാം. അതിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഓരോന്നിങ്ങനെ കാണാം. അതൊക്കെ കണ്ട് നേരെ വാഹന പൂജയുടെ അവിടെയൊക്കെ കണ്ട് നേരെ ഇങ്ങനെ അതിൻ്റെ അപ്പുറത്താണ് കേട്ടോ സർപ്പക്കാവുണ്ട്. പറയാൻ ഒരാൾ ചോദിച്ചിരുന്നു. കൗസ്തുഭത്തിൻ്റെ ഉള്ളിലാണ് വാഹന പൂജ നടത്തുന്നതിൻ്റെ ഇടതുവശത്തായിട്ടാണ്, അതായത് കിഴക്ക് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് സർപ്പക്കാവുള്ളത്. അവിടെ സർപ്പബലിയൊക്കെ നടത്തുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്ത് ഉള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ടാണ്. അത്തിമര ഗണപതിയെ കണ്ട് തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് അദ്ദേഹത്തോട് അപേക്ഷിച്ച് നമുക്ക് ആ ദർശന സൗഭാഗ്യം കിട്ടിയതിന് ശേഷം നമുക്ക് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ ഗോപുരത്തിൻ്റെ അവിടെ നിന്ന് തന്നെ തിരക്കില്ലാത്തതുകൊണ്ട് വളരെ സുഖമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദർശന സൗഭാഗ്യമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ ആ ഇടതുവശത്തെ ഉള്ള ആ കിടാവിളക്ക് നോക്കാം. അപ്പോൾ ആ പീഠം കാണാം. നാരായണീയം രചിച്ച മേൽപ്പത്തൂർ നാരായണി ഭട്ടതിരിപ്പാടിൻ്റെ ആ പീഠം അത് കണ്ടെന്ന് അദ്ദേഹത്തെ സ്മരിക്കാം. അതുപോലെ വലതുവശത്തുള്ള ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴാം. അതിനുശേഷം ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ എന്താ നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. ആ അടി മുതൽ മുടി വരെ എന്ന് പറഞ്ഞ മാതിരി ഇന്ന് അടി കാണുന്നത് കാൽപാദങ്ങളൊന്നല്ല കേട്ടോ, മത്സ്യമാണ്. നല്ലൊരു മത്സ്യം. ആ മത്സ്യത്തിൻ്റെ ആ വാലിങ്ങനെ കാണുന്നു. അങ്ങനെ ആ അടിഭാഗം കണ്ട് ഇങ്ങനെ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ആ രൂപം ഇങ്ങനെ നോക്കുമ്പോൾ അരമണി കാണാണ്ട് അങ്ങനെ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നല്ല കഴുത്തിൽ ഒരു 5 ഗോപീതിലകം വെച്ചിട്ടുള്ളൊരു മാലയാണ് ഉള്ളത്. പിന്നെ ഒരു മാങ്ങാമാല പോലത്തെ ഒരു മാല, പിന്നെ വളയം പോലത്തെ ഒരു മാല. അങ്ങനെ നല്ല രസമായിട്ട് മത്സ്യാവതാരമൂർത്തിയാണ് കേട്ടോ. അങ്ങനെ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ ബാക്കിയുള്ള 4 കൈകൾ കാണാണ്ട് മഹാപ്രഭുവായിട്ടാണ്. മത്സ്യാവതാരമൂർത്തിയായ മഹാപ്രഭുവായത് അര വരെ മത്സ്യത്തിൻ്റെ ആ ഒരു രൂപവും അരയ്ക്ക് മുകളിലോട്ട് ആ മഹാപ്രഭുവിൻ്റെ ആ രൂപവും വളരെ മനോഹരമായിട്ടുള്ളൊരു ചാർത്താണ്. ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു തൊഴാം. എല്ലാവരും ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കണ്ടു തൊഴുതോളും. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് വെച്ചിട്ട് തൊഴുകട്ടോ. അങ്ങനെ തിരുമുടിമാലകൾ കാണാണ്ട് 2 തിരുമുടിമാലകളുണ്ട്. തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാലകൾ, വലിയ ഉണ്ടമാലകളാണ്. അതും ആ വെളുത്ത പൂവും തുളസിയായിട്ട് അങ്ങനെ തെച്ചി ഇടയ്ക്ക് അങ്ങനെ സമമായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. നല്ല കാഴ്ചയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ശംഖുചക്രഗദ പത്മത്തോട് കൂടിയിട്ടുള്ള ആ മഹാപ്രഭുവായിട്ട് മത്സ്യാവതാരമൂർത്തിയായിട്ട് ഇങ്ങനെ ആ ശ്രീകോവിലിരുന്നിട്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അവതാര ലക്ഷ്യത്തിലാണ് ഇരിക്കുന്നത്.
അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, മനസ്സ് തൊട്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം കാണുന്ന ആ ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ലൊന്ന് നോക്കി തൊഴുതു. പിന്നീട് നേരെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുതു. പിന്നെ തിരിഞ്ഞു നിന്ന് ആ ചുമരിൻ്റെ മുകളിലുള്ള ആ ഒരു ശില്പം, അതായത് വരച്ചത്, ആ ആലിലക്കണ്ണനെ നോക്കി തൊഴുതു. അതിനുശേഷം നേരെ ഇങ്ങനെ സപ്തമാതാക്കളെ കണ്ട് തൊഴുതു. പിന്നെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാൽ വലിയ മുഖത്തൊന്നും കളഭൊന്നും ചാർത്തിയിട്ടില്ല. ആ വലിയ സ്വർണത്തിൻ്റെ വലിയ പൊട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒന്നുമില്ല, കാര്യമായിട്ടുള്ള അലങ്കാരമൊന്നുമില്ല. പിന്നെ മഞ്ഞ വെള്ളയായിട്ടുള്ള ഒരു ഉടുപ്പിച്ചിട്ടുണ്ട് പട്ട്. പിന്നെ ധാരാളം അർച്ചന പൂക്കളുണ്ട്. അർച്ചന കണ്ടമാനം ആളുകൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അടുത്തേക്ക് പോവുക. സരസ്വതി അറയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് അവിടെ അങ്ങനെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വാടാമല്ലിപ്പൂവിൻ്റെ പോലത്തെ മാലയാണ്. അപ്പോൾ എന്തായാലും സരസ്വതി ദേവീനെ പ്രാർത്ഥിച്ചോളൂ. ആ കിടാവിളക്ക് കത്തുന്നുണ്ട്. അരളിപ്പൂവിൻ്റെ മാലയാണ്, അതാണ് വാടാമല്ലിപ്പൂ പോലെയുള്ള തോന്നിക്കുന്നത്. നന്നായിട്ട് ചാർത്തേണ്ടത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് ആ കോർണറിലെത്തിയ ആ ചെറിയ ഗണേശനെ ഒന്ന് കണ്ട് തൊഴാം. ഒക്കെ ഓരോ പൂവ് വെച്ചിട്ടുണ്ട്, വെളുത്ത പൂവ്. ഇങ്ങനെ ആ ഗണേശൻ്റെ മുകളിലും മത്സ്യാവതാരമൂർത്തിയുടെ മുകളിലും കൂർമാവതാരമൂർത്തിയുടെ മുകളിലൊക്കെ എല്ലായിടത്തും ഓരോ പൂവ് വെച്ചിട്ടുണ്ട്. ആരോ വെച്ച് പോയതാണ്. മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അങ്ങനെ അതൊക്കെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ അങ്ങനെ നോക്കുമ്പോൾ അർച്ചന പ്രസാദം വാങ്ങാം. അർച്ചന പ്രസാദത്തിൻ്റെ അവിടെ വരുമ്പോൾ ഇന്ന് കക്കാട് സുനിലോദിക്കനാണ്. വളരെ മനോഹരമായിട്ടുള്ള ചാർത്താണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തിയാണ്, കവപ്രം ആരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി പ്രസാദമൊക്കെ വാങ്ങിയിട്ട് പിന്നീട് വാമന രൂപത്തെ കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. അതും കഴിഞ്ഞാൽ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് അനന്ത പത്മനാഭനെയും കണ്ട് തൊഴുക. അവിടെ നിന്ന് മാലകൾ വെളുത്ത പൂവാണ്, മുല്ലമൊട്ട് മാലകളാണ് നിറച്ച്. അനന്തൻ്റെ മുകളിലും മഹാവിഷ്ണുവിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെളുത്ത മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. എല്ലാവരും തൊഴുതോളും. അത് കഴിഞ്ഞ് നമ്മൾ പുറകുവശത്ത് വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. തിരക്ക് കുറവുള്ള കാരണം സുഖമായിട്ട് നമസ്കരിക്കാം. അങ്ങനെ അവിടെ നമസ്കരിച്ചതിന് ശേഷം തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ വരാം. അങ്ങനെ വന്ന് ആ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ ഉണ്ട് തുളസിമാല ഉണ്ട്. പിന്നെ വരുന്നത് മുരുകൻ്റെ അടുത്ത് വരാം, അവിടെയും വന്ന് തൊഴാം. എന്നാൽ ഹനുമാൻ സ്വാമിൻ്റെ അടുത്ത് മാലകളൊന്നുമില്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമുണ്ട്. ഒരു വെറ്റിലമാല ഉണ്ട് ചെറുതായിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗതാജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ ചുമരിലോട്ട് നോക്കിയാൽ നമ്മൾ താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കടന്നാൽ മണിക്കിണർ കണ്ട് തൊഴാം. അതേപോലെ ആ നൃത്ത അറയിലേക്ക് നോക്കിയാൽ നമ്മൾ പൊന്നുണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് ആ വിളക്കിങ്ങനെ കിടാവിളക്കിങ്ങനെ കത്തി നിൽക്കണം, അത് കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും
അതുപോലെ വസുദേവരെയൊക്കെ കണ്ട് ആ ഉണ്ണീനെ കൊണ്ടുപോകുന്ന അനന്തൻ്റെ ആ കൊടയായിട്ട് നിൽക്കുന്ന ആ ശില്പമൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നേരെ ഇങ്ങനെ ഇടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അടുത്ത് ചെറിയൊരു തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, സുഖമായിട്ട് തൊഴാം. അങ്ങനെ അവിടെ വന്ന് ഭഗവതിയെ കണ്ട് തൊഴാം. ഇന്നും ഈ പറഞ്ഞ പോലെ ചന്ദനത്തിൻ്റെ കളപച്ചാർത്തൊന്നും ആയിട്ടില്ല, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. നല്ല ഗോളക ഇറക്കിയതാണ്. അപ്പോൾ ആ ഗോളക ഇങ്ങനെ കാണാം, അതന്നെ നല്ല രസമാണ്. പിന്നെ നല്ല ചുവന്ന പട്ടൊക്കെ അങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട് ഭഗവതിക്ക്. അതേപോലെ ബാക്ക് സൈഡൊക്കെ നന്നായിട്ടിങ്ങനെ ആ ഒരു ഗോളക ഇങ്ങനെ വലിയ ഗോളക ഇറക്കി അതിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള ആ ഒരു അലങ്കാരം. അപ്പോൾ എല്ലാവരും അമ്മയെ കണ്ട് തൊഴുതോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ഭഗവതിയെ കണ്ട് തൊഴുത് ആ കോർണറിലെത്തി ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം ലഭിച്ച ആ ഒരു പ്രതീതിയാവും. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരുമ്പോൾ ആൾ രൂപ വഴിപാട് കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആൾ രൂപ വഴിപാട് എടുത്ത് വയ്ക്കാം. എല്ലാ തരത്തിലുള്ള വഴിപാടുകളുണ്ട്. അതൊക്കെ ചെയ്ത് നേരെ മഞ്ചാടി കുന്നിക്കുരുമൊക്കെ വാരാം. അത് കഴിഞ്ഞാൽ നെയ്വിളക്കൊക്കെ കത്തിക്കാനുണ്ടെങ്കിൽ അത് കത്തിക്കാം. അതിന് ശേഷം നമ്മൾ നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ മത്സ്യാവതാരമൂർത്തിയെ ഒരിക്കൽ കൂടി കാണാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും തൊഴുക. അതിന് ശേഷം നമ്മൾ അയ്യപ്പൻ്റെ അവിടെ വരിക. അയ്യപ്പൻ്റെ അവിടെ ഇന്ന് ഈ പറഞ്ഞ മാതിരി ഗോളകയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ വെളുത്ത നല്ല കോടി കളറ് പട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട്, കോടി കളറുമുണ്ട്. അവിടെയും ധാരാളം അർച്ചനകളുണ്ട്. അപ്പോൾ എല്ലായിടത്തും അർച്ചന നടത്തുന്നുണ്ട്. കാരണം ഗുരുവായൂരപ്പൻ്റെ അവിടെ അർച്ചന നടത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ ഗണപതിയുടെ അവിടെയും ദേവിയുടെ അവിടെയും അയ്യപ്പൻ്റെ അവിടെയൊക്കെ ആ അർച്ചനയ്ക്ക് കൊടുത്താലേ അവർ പേരും നാളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യമാണ്, എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നമ്മൾ എന്നിട്ട് അർച്ചന പ്രസാദം അർച്ചനയ്ക്ക് പറഞ്ഞാൽ ഒരാളുടെ പേരിലൊന്നും അവർ ചെയ്യാൻ കഴിയില്ലല്ലോ. 27 നാളിലും ഒന്നിച്ച് ചെയ്യുന്നതല്ലേ, അതങ്ങനെ ചെയ്യും. അതുകൂടാതെ നേരെ വാങ്ങാൻ പറ്റുന്നത് ഇവിടുന്നൊക്കെ വാങ്ങാം. അങ്ങനെ അതൊക്കെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് തൊഴുത് നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭം കണ്ട് തൊഴാം. അതിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ ഒന്ന് പുറകിലേക്ക് ഇറങ്ങിയാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ് നടയിൽ വന്ന് ആ രുദ്രതീർത്ഥമുള്ള രുദ്രക്കുളത്തിലേക്ക് ആ കുളപ്രദക്ഷിണത്തിനായിട്ടൊന്ന് നടക്കുകയാണ്. അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വരുമ്പോൾ ആ നാരായണീയ ഹാളിൽ വന്ന് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹം കൃഷ്ണവിഗ്രഹത്തെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ ഭഗവതിയുടെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി തൊഴാം. പിന്നെ നമ്മൾ നേരെ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന ഗുരുവായൂരപ്പനെ വീണ്ടും കാണാം. അങ്ങനെ ആ പ്രകാശം കണ്ട് തൊഴാം. അതിനുശേഷം അവിടുന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് തെക്കേ നടയിലുള്ള കൂവളത്തിനെ കാണാം. ആ കൂവളത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.